അല്ല, അദ്ദേഹത്തെ പാർട്ട്ണർ എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ തെറ്റില്ലയോ എന്നുള്ളതല്ല. അദാനിയെ ഓരോ സമയത്തായിട്ട് അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾക്ക് വിധേയരാക്കിയിട്ടുള്ള ആളുകളാണ്. അവർക്കാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് അദാനി പാർട്ട്ണറാണ് എന്ന്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അദാനിക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം തെളിഞ്ഞോ? അദാനിക്കെതിരെ ഇത്രയും ഒച്ചയും ബഹളവും ഉണ്ടാക്കിയിട്ട് എന്തായി? അതിന്റെ ഒന്നും മുന്നോട്ട് വന്നില്ലല്ലോ. അപ്പൊ അദാനി ഇവിടെ ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അത് ഫാക്ചർ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അത് പറഞ്ഞാൽ അവിടെ എവിടെ രാഷ്ട്രീയം കിടക്കുന്നത്? ഒരു ഭാഗത്ത് അദാനി ശത്രു, ഒരു ഭാഗത്ത് അദാനി പാർട്ണർ. അപ്പൊ ഇതിൽ ഏതാ നമ്മൾ വിശ്വസിക്കുക? അപ്പൊ ഇവർക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ അതിനെ എടുക്കാം. അല്ലാതെ പ്രധാനമന്ത്രി പറഞ്ഞതിനെ രാഷ്ട്രീയ ഇഷ്യൂ ആക്കി മാറ്റി അതിനെ ഒരു ചർച്ചയാക്കി മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ചയിലേക്ക് വേണം ഒരു പക്ഷേ നമ്മളെ മാധ്യമങ്ങൾ ഇതിനെ ശ്രദ്ധിക്കുക. അല്ലാതെ പ്രധാനമന്ത്രി അവിടെ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിച്ചു, ഇതൊക്കെയാണ് അവിടുത്തെ വിഷയങ്ങൾ. ഇതിന്റെ യഥാർത്ഥ ഇത് എത്രയോ കാലമായിട്ട് നമ്മൾ എൻവിഷൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. എനിക്ക് തോന്നുന്നു ശ്രീ കെ കരുണാകരന്റെ കാലം മുതൽക്കേ ഉള്ളൊരു ഒരു പ്രൊജക്റ്റാണിത്. അപ്പം അന്ന് നടക്കാതെ പോയ, അന്ന് ഈ പറയുന്ന പോലെ ഇപ്പൊ BOTയുടെ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അതിൽ BOT മോഡൽ ആർക്കായിരുന്നു ബുദ്ധിമുട്ട്? നായനാരുടെ സർക്കാരിന് BOT മോഡൽ അവരുടെ ഐഡിയോളജിയുമായി ചേർന്ന് പോകാത്തത് കൊണ്ടാണ് ഈ പ്രോജക്ട് ഇത്രയും കാലം സ്റ്റോളായി കിടന്നത്. അപ്പൊ ഇന്ന് അവർ വന്നിട്ട് പറയാണ് ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം ഞങ്ങൾ കാണുന്നത്. അപ്പൊ ഇത് ക്രെഡിറ്റ് വാറിലേക്ക് പോകുന്നതിന് പകരം ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന, ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യ പൊസിഷൻ ചെയ്യപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ്,